സ്നേഹപൂർവം നമസ്കാരം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പുതിയ ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് 27, 2026. ഇന്ത്യൻ സമയം രാവിലെ 5:15. എത്ര പേർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു? എത്ര പേർക്ക് കണ്ണുനീരൊഴുകുന്നു? എത്ര പേർ വേദനയിൽ കഴിയുന്നു? പലരും പറയുന്നു, എൻ്റെ കണ്ണുനീർ നിലയ്ക്കുന്നില്ല, എപ്പോഴും കരച്ചിൽ. എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു, എപ്പോഴും വേദന. എൻ്റെ സന്തോഷം പോയി, എപ്പോഴും ദുഃഖം. നിങ്ങൾ കരയുന്നു പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തിൽ, സ്വപ്നങ്ങളുടെ തകർച്ചയിൽ, ആരോഗ്യത്തിൻ്റെ നഷ്ടത്തിൽ, ബന്ധങ്ങളുടെ തകർച്ചയിൽ, കഷ്ടതകളുടെ ഭാരത്തിൽ. രാത്രികളിൽ തലയിണ നനയുന്നു, ദിവസങ്ങളിൽ ഹൃദയം പൊട്ടുന്നു. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഇതാ ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു, നിന്റെ കരച്ചിൽ സന്തോഷമാക്കുന്നു. സങ്കീർത്തനം 30:5. സന്ധ്യയ്ക്കു കരച്ചിൽ വന്നാലും ഉഷസ്സിന് സന്തോഷഗാനമുണ്ടാകും. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നു, സന്തോഷം വരുന്നു. നമുക്കൊരുമിച്ച് ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, സാന്ത്വനത്തിൻ്റെ പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു, കണ്ണുനീരോടെ, തകർന്ന ഹൃദയത്തോടെ, വേദനയോടെ. ഞങ്ങൾ കരയുന്നു, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിനാൽ, സ്വപ്നങ്ങൾ തകർന്നതിനാൽ, ആരോഗ്യം പോയതിനാൽ, ബന്ധങ്ങൾ നശിച്ചതിനാൽ, കഷ്ടതകൾ അനുഭവിക്കുന്നതിനാൽ. ഞങ്ങളുടെ കണ്ണുനീർ നിലയ്ക്കുന്നില്ല, ഞങ്ങളുടെ വേദന കുറയുന്നില്ല, ഞങ്ങളുടെ ഹൃദയം സുഖപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ, ഞങ്ങളുടെ കരച്ചിൽ സന്തോഷമാക്കണമേ, ഞങ്ങളുടെ ദുഃഖം ആനന്ദമാക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുനീർ തുടയ്ക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സാന്ത്വനത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം കണ്ണുനീർ കാണുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവമാണ്. നമ്മുടെ വേദന മനസ്സിലാക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. നാം എന്തിനാണ് കരയുന്നത്? നഷ്ടത്തിൽ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ, ഭർത്താവ്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ. സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം പോയി. ജോലി നഷ്ടപ്പെട്ടു, ഉപജീവനം പോയി. ആരോഗ്യം നഷ്ടപ്പെട്ടു, രോഗം വന്നു. യോഹന്നാൻ 11:35. യേശു കരഞ്ഞു. ലാസറിൻ്റെ മരണത്തിൽ. നിരാശയിൽ. സ്വപ്നങ്ങൾ തകർന്നു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, ഭാവി ഇരുണ്ടു, വഴികൾ അടഞ്ഞു. ഹന്ന 1 ശമൂവേൽ 1:10. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, കൂരിയ കരച്ചിൽ കരഞ്ഞു. വേദനയിൽ. ശാരീരിക വേദന, രോഗങ്ങൾ, അസുഖങ്ങൾ. മാനസിക വേദന, ആകുലത, വിഷാദം. ആത്മീയ വേദന, ദൂരത്വം, ശൂന്യത. ഹൃദയവേദന, തകർന്ന ബന്ധങ്ങൾ. അനീതിയിൽ. തെറ്റായി കുറ്റപ്പെടുത്തി, അനീതിയായി പെരുമാറി, അവഗണിച്ചു, ഉപേക്ഷിച്ചു. യെരമ്യാവ് ജയിലിൽ അനീതിയിൽ കരഞ്ഞു. പാപത്തിൽ. സ്വന്തം പാപങ്ങൾ, കുറ്റബോധം, ലജ്ജ. പാപത്തിൻ്റെ ഫലങ്ങൾ, നാശം, വേദന. പത്രോസ് മത്തായി 26:75. അവൻ പുറത്തുചെന്ന് കൂരിയ കരഞ്ഞു. ദൈവം നമ്മുടെ കണ്ണുനീർ കാണുന്നു. ഹാഗാറുടെ കണ്ണുനീർ. ഉൽപ്പത്തി 21:17. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തുനിന്ന് ഹാഗാറിനെ വിളിച്ചു. മരുഭൂമിയിൽ തനിച്ച്, ആരുമില്ല. എന്നാൽ ദൈവം കണ്ടു. ഹന്നായുടെ കണ്ണുനീർ. 1 ശമൂവേൽ 1:11. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ കഷ്ടത നോക്കി എന്നെ ഓർത്തു. വർഷങ്ങളോളം കരഞ്ഞു. ദൈവം കണ്ടു, കേട്ടു, ഓർത്തു. ഹിസ്കിയാവിൻ്റെ കണ്ണുനീർ. 2 രാജാക്കന്മാർ 20:5. യഹോവ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. മരണത്തിൻ്റെ വക്കിൽ. ദൈവം കണ്ടു. യേശുവിൻ്റെ കണ്ണുനീർ. യോഹന്നാൻ 11:35. യേശു കണ്ണുനീർ വാർത്തു. യേശു മനസ്സിലാക്കുന്നു. യേശു അനുഭവിച്ചറിയുന്നു. എബ്രായർ 4:15. നമുക്കുള്ളത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം തോന്നാത്ത മഹാപുരോഹിതനല്ല. ദൈവം നമ്മുടെ കണ്ണുനീർ സൂക്ഷിക്കുന്നു. സങ്കീർത്തനം 56:8. എൻ്റെ അലച്ചിൽ നീ എണ്ണിയിരിക്കുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ സംഗ്രഹിക്ക.
അവ നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളുടെ ഓരോ കണ്ണുനീരും ദൈവം എണ്ണുന്നു. നിങ്ങളുടെ ഓരോ കണ്ണുനീരും ദൈവം സൂക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ കണ്ണുനീരും ദൈവം ഓർക്കുന്നു. ഒരു തുള്ളി പോലും നഷ്ടപ്പെടുന്നില്ല. ദൈവം കണ്ണുനീർ തുടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കേവലം നമ്മുടെ കണ്ണുനീർ കാണുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ തുടയ്ക്കുന്നു. എങ്ങനെ? യെശയ്യാവ് 25:8 കർത്താവായ യഹോവ സകല മുഖത്തു നിന്നും കണ്ണുനീർ തുടച്ചുകളയും. വെളിപാട് 7:17 ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചുകളയും. വെളിപാട് 21:4 ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചുകളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും നിലവിളിയും വേദനയും ഇനി ഉണ്ടാകയില്ല. ബൈബിളിലെ കണ്ണുനീർ തുടച്ചവർ. ഹാഗാർ മരുഭൂമിയിൽ കരഞ്ഞു, കുഞ്ഞു മരിക്കാൻ പോകുന്നു. എന്നാൽ ഉൽപ്പത്തി 21:19 ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. അവൾ ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. കണ്ണുനീർ തുടഞ്ഞു, പ്രതീക്ഷ വന്നു. ഹന്ന വർഷങ്ങളോളം കരഞ്ഞു, വന്ധ്യത, അവഗണന. എന്നാൽ 1 ശമൂവേൽ 1:18 അവൾ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം ഇനി വാടിയില്ല. 1 ശമൂവേൽ 1:20 ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. കണ്ണുനീർ തുടഞ്ഞു, സന്തോഷം വന്നു. യോബ് എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ മരിച്ചു, സമ്പത്തുപോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു. യോബ് 3:24 എന്റെ നെടുംവീർപ്പ് ഭക്ഷണത്തിന് പകരം വരുന്നു, എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. എന്നാൽ യോബ് 42:10-12 യഹോവ യോബിന്റെ ദുരിതം മാറ്റി, യോബിനുണ്ടായിരുന്നതിന്റെ ഇരട്ടി യഹോവ അവന് കൊടുത്തു. കണ്ണുനീർ തുടഞ്ഞു, ഇരട്ടി അനുഗ്രഹം വന്നു. പത്രോസ് യേശുവിനെ നിഷേധിച്ചു 3 തവണ, കൂരിയ കരഞ്ഞു. മത്തായി 26:75 അവൻ പുറത്തു ചെന്ന് കൂരിയ കരഞ്ഞു. എന്നാൽ യോഹന്നാൻ 21:15-17 യേശു പുനഃസ്ഥാപിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കണ്ണുനീർ തുടഞ്ഞു, പുനഃസ്ഥാപനം വന്നു. ലാസറിന്റെ സഹോദരിമാർ. മാർത്തയും മറിയയും. സഹോദരൻ മരിച്ചു, 4 ദിവസമായി. യോഹന്നാൻ 11:33 അവൾ കരയുന്നതും കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടു. യോഹന്നാൻ 11:14 യേശു കണ്ണുനീർ വാർത്തു. എന്നാൽ യോഹന്നാൻ 11:43 ലാസറേ പുറത്തുവരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തുവന്നു. കണ്ണുനീർ തുടഞ്ഞു, ഉയിർപ്പു വന്നു. നയീൻ പട്ടണത്തിലെ വിധവ. ഏകമകൻ മരിച്ചു, ഭർത്താവും മരിച്ചു, തനിച്ച്. ലൂക്കോസ് 7:12 അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. കരയരുത് എന്നവളോട് പറഞ്ഞു. ലൂക്കോസ് 7:14-15 യൗവനക്കാരാ, എഴുന്നേൽക്കുക എന്നു ഞാൻ നിന്നോട് പറയുന്നു എന്നു പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിച്ചു തുടങ്ങി. കണ്ണുനീർ തുടഞ്ഞു, മകൻ ജീവിച്ചു. കണ്ണുനീർ സന്തോഷമാകും. സങ്കീർത്തനം 30:5 സന്ധ്യയ്ക്ക് കരച്ചിൽ വന്നാലും ഉഷസ്സിന് സന്തോഷഗാനമുണ്ടാകും. സങ്കീർത്തനം 126:5-6 കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യും. വിതപ്പാൻ വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടു പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് മടങ്ങിവരും. യെശയ്യാവ് 35:10 യഹോവയുടെ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങിവരും. അവർ ഗാനത്തോടെ സിയോനിൽ വന്നെത്തും. നിത്യസന്തോഷം അവരുടെ തലയിലുണ്ടാകും. സന്തോഷവും ആനന്ദവും അവർ പ്രാപിക്കും. ദുഃഖവും നെടുംവീർപ്പും ഓടിപ്പോകും. യെശയ്യാവ് 61:3 ദുഃഖത്തിനു പകരം ആനന്ദതൈലം, വിഷാദത്തിനു പകരം സ്തോത്രവസ്ത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീർ വ്യർത്ഥമല്ല. ദൈവം ഓരോന്നും കാണുന്നു, ഓരോന്നും എണ്ണുന്നു, ഓരോന്നും സൂക്ഷിക്കുന്നു. കണ്ണുനീർ പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 56:8 നിന്റെ തുരുത്തിയിൽ സംഗ്രഹിക്കുക. ഓരോ കണ്ണുനീരും ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. വാക്കുകളില്ലാത്ത പ്രാർത്ഥന, ആത്മാവിൻ്റെ പ്രാർത്ഥന. കണ്ണുനീർ വിത്താണ്. സങ്കീർത്തനം 126:5 കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യും. നിങ്ങളിപ്പോൾ കണ്ണുനീർ വിതയ്ക്കുന്നു, എന്നാൽ സന്തോഷം കൊയ്യും. കണ്ണുനീർ ശുദ്ധീകരണമാണ്. കണ്ണുനീർ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. കണ്ണുനീർ ആത്മാവിനെ നവീകരിക്കുന്നു. എപ്പോൾ കണ്ണുനീർ തുടയ്ക്കപ്പെടും? ദൈവം സമയത്ത്. യോബിനും ഹന്നായ്ക്കും ഹിസ്കിയാവിനും ദൈവത്തിൻ്റെ സമയത്ത്. സഭാപ്രസംഗം 3:4 കരയുവാനൊരു കാലം, ചിരിപ്പാൻ ഒരു കാലം.
നാം വിശ്വസിക്കുമ്പോൾ. എബ്രായർ 11:1. വിശ്വാസം. വിശ്വസിക്കുക, കണ്ണുനീർ തുടയ്ക്കപ്പെടുമെന്ന്. നാം പ്രാർത്ഥിക്കുമ്പോൾ. ഹന്ന പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൈവം കണ്ടു. നാം കാത്തിരിക്കുമ്പോൾ. സങ്കീർത്തനം 30:5. സന്ധ്യയ്ക്ക് കരച്ചിൽ വന്നാലും ഉഷസ്സിന് സന്തോഷഗാനമുണ്ടാകും. രാത്രി ദീർഘമായി തോന്നാം, എന്നാൽ പുലരി വരും. നിങ്ങളുടെ സന്തോഷം വരുന്നു, ദുഃഖം സന്തോഷമാകും. യോഹന്നാൻ 16:20. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കരച്ചിൽ സ്തോത്രമാകും. യെശയ്യാ 61:3. വിഷാദത്തിന് പകരം സ്തോത്രവസ്ത്രം. വേദന സൗഖ്യമാകും. യെശയ്യാ 53:5. അവന്റെ അടിപ്പിണരുകൊണ്ട് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നഷ്ടം പ്രാപ്തിയാകും. യോബ് 42:10. ഇരട്ടി അനുഗ്രഹം. ഇന്നത്തെ പ്രവചന സന്ദേശം. എന്നെ പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. നിന്റെ ഓരോ കണ്ണുനീരും ഞാൻ എണ്ണി. നിന്റെ ഓരോ കണ്ണുനീരും എൻ്റെ തുരുത്തിയിൽ സൂക്ഷിച്ചു. നീ രാത്രികളിൽ കരഞ്ഞു, തലയിണ നനഞ്ഞു, ഹൃദയം പൊട്ടി. നീ വിചാരിച്ചു, ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ തനിച്ചാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ ഓർത്തു. ഇന്നു മുതൽ ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. നിന്റെ കരച്ചിൽ സന്തോഷഗാനമാകും. നിന്റെ ദുഃഖം ആനന്ദമാകും. നിന്റെ വേദന സൗഖ്യമാകും. നിന്റെ നഷ്ടം ലാഭമാകും. മാർച്ച് മാസം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന മാസമാണ്. നീ കാണും സന്ധ്യയുടെ കരച്ചിൽ അവസാനിക്കുന്നത്, ഉഷസ്സിന്റെ സന്തോഷഗാനം ആരംഭിക്കുന്നത്, കണ്ണുനീരിന്റെ വിത്ത് സന്തോഷത്തിന്റെ കൊയ്ത്തായി മാറുന്നത്, ദുഃഖത്തിന്റെ രാത്രി അവസാനിക്കുന്നത്, സന്തോഷത്തിന്റെ പുലരി വരുന്നത്. എന്റെ വാഗ്ദാനം, ഞാൻ സകല മുഖത്തുനിന്നും കണ്ണുനീർ തുടച്ചുകളയും. ഇനി മരണമുണ്ടാകില്ല. ദുഃഖവും നിലവിളിയും വേദനയും ഇനിയുണ്ടാകില്ല. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, പ്രത്യാശിക്കുക. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന നിന്റെ ദൈവം. യെശയ്യാ 52:8. കർത്താവായ യഹോവ സകല മുഖത്തുനിന്നും കണ്ണുനീർ തുടച്ചുകളയും. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, സാന്ത്വനത്തിന്റെ പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരയുന്നവർക്ക് അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. അവർക്ക് സന്തോഷം നൽകണമേ. അവർക്ക് സാന്ത്വനം നൽകണമേ. വേദനയിലുള്ളവർക്ക് അവർക്ക് സൗഖ്യം നൽകണമേ. അവരുടെ ഹൃദയം സുഖപ്പെടുത്തണമേ. നഷ്ടത്തിലുള്ളവർക്ക് അവർക്ക് പുനഃസ്ഥാപനം നൽകണമേ. അവർക്ക് ഇരട്ടി അനുഗ്രഹം നൽകണമേ. മാർച്ച് മാസത്തിൽ എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കപ്പെടട്ടെ. കരച്ചിൽ സന്തോഷമാകട്ടെ. ദുഃഖം ആനന്ദമാകട്ടെ. വേദന സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.